പീരുമേട് നിയോജക മണ്ഡലത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിക്കണമെന്നാവശ്യവുമായി അഡ്വക്കേറ്റ് സിറിയക് തോമസ് എം.എൽ.എ നിയമസഭയിൽ താലൂക്ക് ആശുപത്രികളും CHC, PHC ഉണ്ടെങ്കിലും വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ല. ആവശ്യത്തിന് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് രോഗികളെയും വലയ്ക്കുകയാണ്. ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നും നിയമസഭയിൽ എം.എൽ.എ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പീരുമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളും നിരവധി ആദിവാസി ഉന്നതികളുമുള്ള പ്രദേശമാണ്. ഇവിടെ ചികിത്സാ സൗകര്യം അപര്യാപ്തമാണ്. താലൂക്ക് ആശുപത്രിയും CHC-കളും PHC-കളും ഉണ്ട്. എന്നാൽ ഇവിടങ്ങളിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ല. മാത്രമല്ല ഈ ആശുപത്രികളിൽ വേണ്ടത്ര ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല. നിരവധി പേർ മാരക രോഗങ്ങൾ പിടിപെട്ടവരുമുണ്ട്. ഇവർ ചികിത്സയ്ക്കായി ദൂരസ്ഥലങ്ങളിലുള്ള തേനി മെഡിക്കൽ കോളേജിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ പോകേണ്ട അവസ്ഥയിലാണ്. നിർധനരായ ഇവർക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതിനാൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അനുവദിക്കണമെന്ന് അഡ്വക്കേറ്റ് സിറിയക് തോമസ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പീരുമേട്ടിലെ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ തികച്ചും അപര്യാപ്തമാണ്. താലൂക്ക് ആശുപത്രികളും മറ്റ് PHC-കളും ഉണ്ടെങ്കിലും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതും ആവശ്യമായ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒക്കെ കുറവും ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ വേണ്ടവിധത്തിൽ ലഭ്യമാക്കാത്തതുമൊക്കെ ജനങ്ങൾ അത് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് ചികിത്സയടക്കം വളരെ ദൂരെയുള്ള കോട്ടയം തേനി മെഡിക്കൽ കോളേജുകളെയാണ് ജനങ്ങൾ ആശ്രയിക്കേണ്ടത്. ഇത് പരിഹരിക്കുന്നതിന് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പീരുമേട് കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിലവിലുള്ള ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഡോക്ടർമാരുടെ കുറവാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനാൽ അടിയന്തരമായി പീരുമേട് താലൂക്ക് ആശുപത്രി, ഉപ്പുതറ, വണ്ടിപ്പെരിയാർ, CHC-കൾ എന്നിവിടങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണം. തസ്തികയില്ലെങ്കിൽ തസ്തിക സൃഷ്ടിച്ച് നിയമിക്കണമെന്നും അഡ്വക്കേറ്റ് സിറിയക് തോമസ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ നിയമസഭയിലെ പ്രസംഗത്തിലാണ് ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.